നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് സൽവാർ കട്ട് ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റും. അതായത് നമ്മളൊരു തുണി നാലായി ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നാലായി ഫോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ മടക്ക് ഭാഗം നമ്മളുടെ വശത്തോട്ട് വരത്തക്ക രീതിയിൽ, അതായത് ആ ഓപ്പൺ ആയിട്ടുള്ള വശം നമ്മുടെ അടുത്തേക്ക് വരാതെ അത് ഓപ്പോസിറ്റായിട്ട് വെച്ചുകൊണ്ട് ഫോൾഡഡ് ആയിട്ട്, അതായത് ഓപ്പൺ അല്ലാത്ത ഒരു വശമുണ്ട് നാലായി മടക്കുമ്പോൾ, അത് നമ്മളുടെ സൈഡിലോട്ട് വെച്ചിട്ടാണ് തുണി കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നാലായ തുണി മടക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ പാർട്സാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷോൾഡറിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടാവും. മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ പകുതിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഷോൾഡറിൻ്റെ ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത്, ആ ഒരു ഷോൾഡർ ലെങ്ത്ത് നമ്മൾ മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ടാവും. ആ മെഷർമെൻറ്റ് അനുസരിച്ച് അതിൻ്റെ പകുതി ആയിട്ടാണ് നമ്മളിവിടെ അടയാളപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ 12.5 നമ്മളുടെ ഷോൾഡർ പോയിൻ്റ് വേണ്ടതെങ്കിൽ ഒരു 6.25 6.25 നമ്മൾ ഇവിടെ എടുക്കുക. അതിന് ശേഷം നമ്മുടെ റിഗാർഡർ എത്രയാണോ വേണ്ടത്, നമ്മുടെ ആം ഹോള് എത്രയാണോ വേണ്ടത്, ആ ഒരു ലെങ്ത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ആം ഹോൾ കർവ് ഇത് ഇത്രയും നമ്മുടെ എത്രയാണോ നമ്മുടെ ആം ഹോൾ കർവ് വേണ്ടത്, ആ ആം ഹോളിൻ്റെ അത്രയും നമ്മൾ ലെങ്ത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തെടുക്കുക. നമ്മൾ മെഷർമെൻറ്റിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിച്ചതാണ്. എത്രയാണ് ഒരു സൈസ്, ഫോർ എക്സാമ്പിൾ 32 സൈസ് ആണെങ്കിൽ നമ്മൾ എത്രയാണ് ആം ഹോളിൻ്റെ കർവ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. സോ നമ്മൾ ഒരു കർവ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് അത്രയും ലെങ്ത്ത് നമ്മൾ അളന്നെടുക്കുക. അതിനുശേഷം അടുത്തൊരു അളവ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ്. അതായത് നമ്മുടെ അപ്പർ ചെസ്റ്റാണ്. നമ്മുടെ ബെസ്റ്റ് റൗണ്ടിന് മുകളിലുള്ള ഒരു അപ്പർ ചെസ്റ്റ് പോർഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ആം ഹോളിനോട് ചേർന്ന് വരുന്ന ഒരു പോർഷനാണ് അല്ലേ. ആം ഹോള് എവിടെയാണ് നിൽക്കുന്നത് അതിലേക്കാണ് നമ്മുടെ ആ ചെസ്റ്റ് റൗണ്ട് കർവ് ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇത് നമ്മളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 ആണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 2.5 ഇഞ്ച് താഴെ, അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ബെസ്റ്റ് റൗണ്ടിൻ്റെ നമ്മുടെ മുകളിൽ നിന്ന് നമ്മുടെ ബെസ്റ്റ് റൗണ്ട് അളവ് എടുക്കുമ്പോൾ മെഷർമെൻറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ എവിടെയാണോ നമ്മുടെ ബെസ്റ്റ് റൗണ്ട് വരുന്നത് ആ ബെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ എന്താ കൊടുക്കണം, നമ്മുടെ ആ ബെസ്റ്റ് റൗണ്ടിൻ്റെ 4ആയി ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു വിഡ്ത്തായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഷേപ്പ് റൗണ്ട്, നമുക്കൊരു ബോഡിയുടെ ഒരു ഷേപ്പ് വരുന്നൊരു ഭാഗം ഉണ്ടാവും. ആ ബോഡിയുടെ ഷേപ്പ് റൗണ്ട് എത്രയാണോ വരുന്നതെന്ന് നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്തിട്ടുണ്ടാവും. ആ ലെങ്ത്ത് നമ്മൾ ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം, ആ ഷേപ്പ് റൗണ്ടിൽ എത്രയാണോ വരുന്നത് ആ ഷേപ്പ് റൗണ്ടിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ അതിൻ്റെ ലൂസിനുള്ള ലൂസ് കൊടുത്തിട്ട് ആ ഒരു ഭാഗം നമ്മളിവിടെ ഇത്ര മാർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്ലിറ്റ് റൗണ്ടാണ്. അതായത് നമ്മുടെ ഒരു സ്ലിറ്റ് വരുന്ന ഒരു പോർഷൻ ഉണ്ട്, നമ്മുടെ ഹിപ്പ് റൗണ്ട് വരുന്നത്. ആ ഹിപ്പ് റൗണ്ടിൽ എവിടെയാണോ സ്ലിറ്റ് വരുന്നത് ആ ഒരു ലെങ്ത്തിൽ നമ്മൾ എടുത്തതിന് ശേഷം ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 ഭാഗമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ ലൂസ് ഇടുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെയാണ് വരച്ച് നമ്മൾ സൽവാർ മെഷർ ചെയ്ത് മെഷർമെൻറ്റ് കൊടുക്കുന്ന രീതി. സോ നമ്മുടെ ഫ്ലെയർ, ഇത് ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഫ്ലെയർ ലെങ്ത് ആണ്. നമുക്ക് എത്രയാണോ ചുരിദാറിന് വിരിവ് വേണ്ടത്, ആ ഫ്ലെയർ എത്രയാണോ വേണ്ടത് ആ ഫ്ലെയർ ആണ് നമ്മൾ ഇവിടെ മെഷർമെൻ്റായിട്ട് കൊടുക്കുന്നത്, വിഡ്ത്തായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷേപ്പിൽ ഇവിടുന്ന് ഷേപ്പിൽ നിന്ന് വന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ലൈനാണ് കൊടുക്കുന്നത്. ചില ആൾക്കാർ സ്ലിറ്റ് റൗണ്ട് വളച്ചു കൊടുക്കാറുണ്ട്. വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൽവാർ ഇടുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. സ്ലിറ്റ് റൗണ്ടിൽ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഷേപ്പിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്താണ് യോജിപ്പിക്കുന്നത്. സോ ഇങ്ങനെ ഇത്രയും ഒരു പാർട്ടാണ് നമുക്കൊരു സൽവാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇതായിരിക്കണം നമ്മളുടെ ഒരു ഡ്രോ ചെയ്യുന്നത്. അതായത് ഒരു ലൈനിങ്ങിലേക്ക് അല്ലെങ്കിൽ ലൈനിങ്ങിലേക്കോ നമ്മൾ ഇപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാത്ത ഒരു സൽവാർ ആണെങ്കിൽ ആ മെറ്റീരിയലിൽ നല്ല വശമല്ലാത്ത ചീത്ത വശത്ത് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വെട്ടാനായിട്ട് കട്ട് ചെയ്യാൻ നേരത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്.
സോ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, ഒരു ടോപ്പിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്.